വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീസണിങ്ങിലെ ഒരു പുതിയ കൺസെപ്റ്റാണ്. എന്താണ്? ഓർഡർ ആൻഡ് റാങ്കിങ്. അതിൽ വിത്തൗട്ട് ഓവർലാപ്പിംഗ് എന്നാണ്. അപ്പോൾ എന്താണ് വിത്തൗട്ട് ഓവർലാപ്പിംഗ്, എന്താണ് വിത്ത് ഓവർലാപ്പിംഗ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പം അതൊക്കെ പറയുന്നതിന് മുന്നേ, ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് കൺസെപ്റ്റാണ് നമുക്കൊന്ന് നോക്കാനുള്ളത്. ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ്? ഓർഡർ, എന്താണ് റാങ്കിങ്. എന്താണ് ഓർഡർ? ഞാനിപ്പോൾ ഒരു ആൽഫബറ്റ്സ് എടുത്തെന്ന് വിചാരിക്കുക. ആൽഫബറ്റ്സ് അതിൻ്റെ എന്തൊക്കെ ഓർഡറിലൊക്കെ വരാം. ഇപ്പോൾ എന്താണ്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരാം. ആൽഫബറ്റിക്കൽ ഓർഡർ ഇപ്പോൾ എ ഉണ്ട്, സി ഉണ്ട്, പിന്നെ ബി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ എന്താണ്? എ ബി സി. ഇപ്പോൾ പിന്നെ എന്താണ്? അല്ലെങ്കിൽ റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരാം. ഇപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ആൽഫബറ്റിക്കൽ ഓർഡർ എന്താണ്? സി ബി എ. അല്ലെങ്കിൽ എന്ത് വരാം? ഇപ്പോൾ വവ്വൽസിന് ആദ്യം എഴുതി, വവ്വൽസിന് ആൽഫബറ്റിക്കൽ എഴുതി, പിന്നെ എന്താണ്? കൺസണൻസിന് ആൽഫബറ്റിക്കൽ എഴുതി. അങ്ങനെ എന്താണ്? ഒരു ഓർഡറിൽ വരാം. ആൽഫബറ്റ്സ് എന്നുള്ളത് അങ്ങനെ ഒരു ഓർഡറിൽ വരാം. അത് എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഏതാ കണ്ടീഷൻ എന്നുള്ളത്. ഇനി അതല്ല, ഞാനിപ്പോൾ നമ്പേഴ്സാണ് ഉള്ളത്, നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. നമ്പേഴ്സ് എന്തൊക്കെ ഓർഡറിൽ വരാം? ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ വരാം, അല്ലെങ്കിൽ എന്താണ്? ഡിസെൻഡിങ് ഓർഡറിൽ വരാം, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് വരാം. പ്രൈം നമ്പേഴ്സ് അസെൻഡിങ് ആക്കാം. പിന്നെ എന്താണ്? അതിൻ്റെ പിന്നെ പ്രൈമൽ നോൺ പ്രൈം ആയിട്ടുള്ള കമ്പോസിറ്റ് നമ്പേഴ്സ് എന്താക്കാം? അസെൻഡിങ് ആക്കാം. അങ്ങനെ എന്ത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് വരാം. ഇനിയിപ്പോൾ എന്താണ്? ഞാനിപ്പോൾ കുറച്ച് നമ്പർ തന്ന് 10, 11, 13, 9 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താക്കി ഒരു അസെൻഡിങ് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദ്യം വരിക. അങ്ങനെ എന്തെങ്കിലും 9, 10, 11, 13 അത് വെച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഇനിയിപ്പം അതാണ് ഇപ്പോൾ ഓർഡർ എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള എന്താണ് കണ്ടീഷൻസ് നമ്മൾ ക്വസ്റ്റ്യൻസിലുണ്ടാവും. അതാണ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി എന്താണ് റാങ്കിങ് എന്ന് പറയുന്നത്? റാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എൻ്റെ ക്ലാസ്സിൽ ഒരു എക്സാം നടന്ന്, അപ്പോൾ ഓരോരുത്തർക്കും എന്തെങ്കിലും ഓരോ ഡിഫറെൻറ്റ് മാർക്കായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ ഒരുത്തൻ രാമു എന്നുള്ള പറഞ്ഞ ഒരുത്തന് 9 മാർക്ക്. ഇനി ഈ ദാമു എന്ന് പറഞ്ഞ ഒരുത്തന് 10, വേറെ ഒരുത്തന് 8, 7, 50, 50 ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ ഇതിനോ എന്താണ് റാങ്കിങ് കൊടുക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൾക്കാർക്ക് എന്താണ് ഫസ്റ്റ് റാങ്ക് കിട്ടുക. 50 അടിച്ചവനല്ലേ ഫസ്റ്റ് റാങ്ക് കിട്ടുക. ഏറ്റവും ലോവസ്റ്റ് റാങ്ക് ആയിരിക്കും 7 ഏറ്റവും കുറഞ്ഞ മാർക്കുള്ളവനായിരിക്കല്ലേ ഏറ്റവും ലോവസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ എന്തായിരിക്കും? ഹയസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 5 പേരാണല്ലേ, ഇപ്പോൾ ഇവൻ്റെ റാങ്ക് എന്തായിരിക്കും? 5 ആയിരിക്കും. ഏറ്റവും ലോവസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഹയസ്റ്റ് നമ്പർ ആയിരിക്കും. റാങ്കിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കും. ഏറ്റവും ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നതിൻ്റെ റാങ്ക് നമ്പർ ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കും, 1 ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും മിഡിലായിരിക്കും നിൽക്കുക. ഇവൻ 1 ആണെങ്കിൽ ഇവൻ 2, ഇവൻ 3, ഇവൻ 4. ഇതൊക്കെ താഴെ ഇതൊക്കെ റാങ്കാണ്. അപ്പോൾ മിഡിൽ റാങ്ക് ആർക്കായിരിക്കും? ഇവൻ 9 സ്കോർ ചെയ്തവനായിരിക്കും മിഡിൽ റാങ്ക് ഉണ്ടാകുക. അപ്പം റാങ്കിങ് എന്നുള്ള കൺസെപ്റ്റിൽ എന്താണ് ആദ്യം ഓർമ്മിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ മാർക്കുള്ളവന് ഏറ്റവും കുറഞ്ഞ റാങ്ക്, കൂടിയ റാങ്കാണ് ഏറ്റവും കുറഞ്ഞ നമ്പർ ഉള്ള റാങ്ക് ഏതാണ്? ഇവിടെ 1 ആയിരിക്കും വരിക. പിന്നെ ഏറ്റവും കുറഞ്ഞ മാർക്കുള്ളവന് ഏറ്റവും നമ്പർ കൂടിയ റാങ്ക് ഏതാണ്? 5. പക്ഷെ എന്താണ്? ഇതിനെയാണ് ലോവസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഇതാണ് ലോവസ്റ്റ് റാങ്ക്, ഇതാണ് ഹയസ്റ്റ് റാങ്ക്. ഇപ്പം 100 പേരുള്ള ക്ലാസ് ആണെങ്കിൽ അതിൽ ഹയസ്റ്റ് റാങ്ക് എത്രയാ? 1. ലോവസ്റ്റ് റാങ്ക് എത്രയാ? 100. അത്രയേ ഉള്ളൂ. എന്താണ് ഈ റാങ്കിങ്ങിൻ്റെ ഓർഡറിൻ്റെ കൺസെപ്റ്റ്, ബേസിക് കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രാധ സെലക്റ്റഡ് 27th കാർഡ് ഫ്രം ദ ലെഫ്റ്റ് ഇൻ എ റോ ഓഫ് 50 കാർഡ്. ദെൻ വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് ദ സെയിം കാർഡ് ഫ്രം ദ റൈറ്റ്. എന്താണ്? നമുക്കൊരു 50 കാർഡ് കൈ തന്നിട്ടുണ്ട്. 50 കാർഡ് കൈ തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ആ 50 കാർഡിന് എന്തായി? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എന്താണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50 കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജെ വരാം, കെ വരാം, ക്യൂ വരാം, 1, 2, 3 അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇതിൽ 50 കാർഡ് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 27th ലെഫ്റ്റ് നിന്ന് ഇവിടെ ലെഫ്റ്റ് ഉണ്ട്, ഇവിടെ റൈറ്റ് ഉണ്ട്, ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് 27ാമത്തെ കാർഡ് എന്താണ് അവൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാർഡിൻ്റെ റൈറ്റ് എൻഡ് എന്നുള്ള പൊസിഷൻ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് എൻഡ് 27. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് എത്ര ഉണ്ടാവും? 26 അല്ലേ? 26 ഇവിടെ വരെ എണ്ണി, പിന്നെ 27 നോക്കുന്നേ. 1, 2, 3, 4, 5. ഇതെന്ന് പറഞ്ഞാൽ 5ാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തേക്ക് എത്ര ഉണ്ടാവും? 4 എണ്ണം. അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടെ എന്താണ്
27 ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലേക്ക് 26 ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റൈറ്റിലേക്കുള്ള കണ്ടിട്ട് ഒരു +1 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി, നമുക്കുള്ള റൈറ്റിൽ നിന്നുള്ള ആൻസർ കിട്ടിയില്ലേ. അപ്പോൾ ഇവിടം വരെ 27, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രയായിരിക്കും ബാക്കി ഉണ്ടാവുക? 50 - 27 അല്ലേ? അല്ലേ? എത്രയാ? 50 - 27 23. റെഡി? ഇതാ 27 വരെ ഇവിടെ ഉണ്ട്, അതിൻ്റെ അങ്ങോട്ടേക്ക് 23. വേണമെങ്കിൽ നോക്കിയാൽ ഇതാ ഇവിടം വരെ 27 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 23, രണ്ടും കൂടി കൂട്ടിയിട്ട് എന്തായി? 50. ഇവിടം വരെ 27, ഇവിടെ അത് കഴിഞ്ഞിട്ട് 23, രണ്ടും കൂടി കൂട്ടിയാൽ 50 കാർഡ്. അപ്പോൾ ഇതിൻ്റെ എന്തായി? ആൻസർ എന്തായി? 23 എന്ന് എഴുതി വെച്ചാലോ? ആൻസർ തെറ്റാ. കാരണം എന്താ? ഇവിടം വരെ ഈ 27 കഴിഞ്ഞിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉള്ളതാണ് നമുക്ക് കിട്ടിയ 23. അപ്പോൾ എന്ത് ചെയ്യണം? ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 23 + 1 ചെയ്യണ്ടേ? നോക്കുകയാണെങ്കിൽ ഇതാ ലെഫ്റ്റ് സൈഡിൽ 27 എന്ന് പറഞ്ഞിട്ടുണ്ട്, 27ാമത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിന് മുന്നേ 26 ആണല്ലേ. റൈറ്റ് സൈഡിൽ നിന്ന് എന്താണ്? അതിന് ശേഷം 23. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള പൊസിഷൻ എത്രയായിരിക്കും? 23 + 1 എത്രയായിരിക്കും? 24. ആൻസർ എന്താ വരിക? 24. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രാധിക റാങ്ക്സ് 16th ഫ്രം ദ ടോപ്പ് ആൻഡ് 13th ഫ്രം ദ ബോട്ടം ഇൻ എ സർട്ടൻ എക്സാമിനേഷൻ. ദെൻ ഹൗ മെനി സ്റ്റുഡൻസ്? എന്താണ്? ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അതിലൊരു രാധിക എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ്, അതൊക്കെ എന്താണ്? ടോപ്പിൽ നിന്ന് 16ാമത്തതും ബോട്ടത്തിൽ നിന്ന് 13ാമത്തെ റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു മിഡിലിൽ കുറച്ച് പുറത്തേക്ക് ആക്കിയല്ലേ. അപ്പോൾ ടോപ്പിൽ നിന്ന് 16ാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് രാധികേൻ്റെ റാങ്ക് എങ്കിൽ അതിന് മുന്നേ എത്ര പേരുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെക്കാളും മാർക്ക് കൂടുതലുള്ളതായിരിക്കല്ലേ ടോപ്പിലുണ്ടാകുക. ഇപ്പം ഇവർക്ക് 9 മാർക്കാണുള്ളത്. ഇപ്പോൾ 10 മാർക്കുള്ള ഒരുത്തിന് എന്തായിരിക്കും? ടോപ്പിലേക്കായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടാവും? 15 പേരുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടാവും? 13th എന്നല്ല പറഞ്ഞത്, 16th ഫ്രം ലെഫ്റ്റും ടോപ്പും 13th ഫ്രം റൈറ്റും. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടാവും? 12 പേരുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? ടോട്ടൽ നമ്പർ എത്രയാണെന്ന് കാണണ്ടേ? ഈ 15 ഉണ്ടാവും, 12 ഉണ്ടാവും, പിന്നെ ഈ രാധികനെയും കൂടി കൂട്ടണ്ടേ. രാധികേൻ്റെ ഇപ്പുറത്തേക്ക് ഇടത് ഭാഗത്തേക്ക് എന്താണ് 15 പേരുണ്ട്, വലത് ഭാഗത്തേക്ക് 12 പേരുണ്ട്. അങ്ങനെ എന്നാൽ ടോട്ടൽ ഈ 15ഉം ഇടത് ഭാഗത്തേക്കുള്ളതും വലത് ഭാഗത്തേക്കുള്ള 12ഉം പിന്നെ രാധികേൻ്റെ റാങ്കും ഇതെത്രയായി? 28. ആൻസർ എത്തേക്കും വരിക? 28 എന്നുള്ളതായിരിക്കും ആൻസർ വരിക. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ എന്താ കാണുക? ഇതാ ലെഫ്റ്റിൽ നിന്ന് 16 തന്നിട്ടുണ്ട്, ലെഫ്റ്റിൽ നിന്ന് 16 തന്നിട്ടുണ്ട്, അല്ല ലെഫ്റ്റിൽ നിന്നല്ല ടോപ്പിൽ നിന്ന് 16 തന്നിട്ടുണ്ട്, ബോട്ടത്തിൽ നിന്ന് 13 തന്നിട്ടുണ്ട്. അങ്ങനെ എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് കാണുക? ഈ 16ഉം 13ഉം കൂട്ടുക, എത്രയായി? 29. അതിൽ നിന്ന് -1 കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്രയായി? 28. സംഭവമൊന്നുമില്ല. ലെഫ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും തന്നിട്ടുണ്ട്. അതിപ്പോൾ ഓർഡർ ആണെന്നല്ല, റാങ്കിങ് ആണെങ്കിൽ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓർഡർ ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും തന്നിട്ടുള്ള പൊസിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയായിരിക്കും ഉണ്ടാകുക? അത് രണ്ടും കൂടി കൂട്ടുക. ഈ ഒരു -1 എന്നുള്ളത് എന്താണ്? ഒരു കോമണാണ്. ഈ -1 എന്നുള്ള ഒരു കോമൺ സാധനവും കൂടി എന്താണ്? കൂട്ടിച്ചേർക്കുക. അപ്പോൾ എന്തായിരിക്കും? 16ഉം 13 -1 28 എന്ന് ആൻസർ വരും. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ റോ ഓഫ് 54 പേഴ്സൺ, A is 15th from the left hand and B is 20th from the right hand. Find the total number of person between A and B. എന്താണ് ക്വസ്റ്റ്യൻ? ഇതാ ഒരു 54 പേഴ്സൺ ഉണ്ട്. 54 പേഴ്സൺ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതി. അങ്ങനെയാണെങ്കിൽ എ എത്രാമത്തെ പറഞ്ഞാൽ 15th. എ 15th. അപ്പോൾ എൻ്റെ ലെഫ്റ്റിലേക്ക് എത്ര ഉണ്ടാവും? 14 ആൾക്കാർ. ഇനി ബി എന്താണ്? 20th. അപ്പോൾ ബീൻ്റെ റൈറ്റിലേക്ക് എത്ര ആൾക്കാരുണ്ടാവും? 19 ആൾക്കാർ. റെഡി? ഇതാ എന്ന് ലെഫ്റ്റിലേക്ക് 14ഉം ബീൻ്റെ റൈറ്റിലേക്ക് 19ഉം. ആകെ എത്രയാണുള്ളത്? 54 ആണല്ലേ. അപ്പോൾ എന്താണ്? ഇതിൻ്റെ മിഡിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് കാണാമല്ലോ. മിഡിലുള്ള എങ്ങനെയാണ് കാണുക? 54 മൈനസ് ഈ 14ഉം എയും എത്ര? ഈ 15 മൈനസ് ഈ 19ഉം ബിയും എത്രയായി? 20. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? മിഡിലുള്ള ആൾക്കാരെ കാണാം. എങ്ങനെയാണ് കിട്ടുക? ഇതെത്രയായിരിക്കും? 54 - 10 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39. 39 - 20 എന്ന് പറഞ്ഞാൽ 19. അപ്പോൾ ഇതിൻ്റെ എത്രയായി? മിഡിൽ എത്ര പേരായി? 19 ആൾക്കാരായി. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന ദീപാവലിയുടെ
Chaitra lights up a row of lamps in her home. A square-shaped lamp is at the 18th from the left and a circle-shaped lamp is at the 25th from the right end. Then find the total number of lamp ചിത്ര ഹാഡ് ലിറ്റ്. അപ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണ്, വലിയ ക്വസ്റ്റ്യൻ കണ്ട് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. അതിൻ്റെ ആവശ്യമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഒരു ദീപാവലീൻ്റെ സമയത്ത് ചൈത്ര എന്നുള്ള ഒരാൾ എന്താണ് കുറേ ലാമ്പ് ഇങ്ങനെ കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പം എന്താണ് ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്താണ് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ലാമ്പ് ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നിന്ന് എന്താണ് വേറെ ഒരു സർക്കുലർ ഷേപ്പുള്ള ലാമ്പ് ഇവിടെയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്ക്വയർ ഷേപ്പിലുള്ള റാങ്ക് എത്രാമത്താന്ന് പറഞ്ഞാൽ 18ാമത്താ. അപ്പോൾ അതിന് ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര ഉണ്ടാവും? 17 ആൾക്കാരുണ്ടാവും. റെഡി? ഇനിയിപ്പം സർക്കുലർ ഷേപ്പിഡ് ലാമ്പ് എത്രയാണെന്ന് പറഞ്ഞാൽ 25ാമത്താന്ന് പറഞ്ഞാൽ 25ാമത്തെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ എത്ര പേരുണ്ടാവും? 24. റെഡി? അപ്പോൾ ഇതിൻ്റെ മിഡിലിൽ എത്ര ആൾക്കാരുണ്ടാവും നമുക്കറിയില്ല. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലാമ്പ് ഹാഡ് ചിത്ര ലിറ്റ് എന്നാണ്. അപ്പോൾ എന്താണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഈ സ്ക്വയർ ഷേപ്പിൻ്റെ എൻ്റെ പൊസിഷൻ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ നിന്നുള്ള ഈ സർക്കുലർ ഷേപ്പിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് പൊസിഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 18 + 25 = 43 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റും. അതെന്താ അങ്ങനെ വന്നേ? ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മിഡിൽ എത്ര ആൾക്കാരുണ്ടെന്ന് തന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക? കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്താ വരിക? ഇപ്പോൾ മിഡിൽ ഞാനിതാ ഇപ്പോൾ 4 ആൾക്കാർ തന്നിട്ടുണ്ടെന്നെങ്കിൽ നമുക്ക് എഴുതായിരുന്നു എന്താ 18 + 25 + 4 = 47 എന്ന് എഴുതായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് 4 പകരം ഇപ്പോൾ 6 തന്നിട്ടുണ്ട്, എന്താണ് പിന്നെ 18 + 23 + 6 എന്നുള്ള 49 എന്ന് എഴുതായിരുന്നു. അപ്പോൾ എന്താണ് മിഡിൽ എത്ര ആൾക്കാരുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? കനോട്ട് ബി ഡിറ്റർമൈൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. In an internal examination, Aju ranked 23rd from the bottom and 19th from the top in the rank list. 5 boys didn't participate and 27 failed in it. Find the total number of students in the class. നമുക്ക് പ്രിലിംസ് വരികയാണെങ്കിൽ ഏകദേശം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അധികം വരാറുള്ളത്. അപ്പോൾ എല്ലാവരും എന്താണ് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. In an internal examination, Aju ranked 23rd from the bottom and 19th from the top. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടോപ്പ് നിന്ന് എത്രാമത്തെ അജു? 19ാമത്തെ അല്ലേ? അപ്പോൾ അതിൻ്റെ അവനേക്കാളും റാങ്ക് കൂടിയ ആൾക്കാർ എത്ര പേരുണ്ടാവും? 18 ആൾക്കാരുണ്ടാവും അല്ലേ? ഇനിയിപ്പം 23rd ഫ്രം ദ ബോട്ടം. അപ്പോൾ 23rd ഫ്രം ദ ബോട്ടം. അപ്പോൾ ഇവിടേക്ക് 22 ആൾക്കാരും എത്രയായി? ഇതിപ്പോൾ ടോട്ടൽ എത്രയായി? 18ഉം 22ഉം 40. 40ഉം 1ഉം 41. ടോട്ടൽ എത്രയായി? 41ആയി. അപ്പോൾ ഒരു ഡൗട്ട് വരും, 5 ബോയ്സ് ഡിഡിൻറ്റ് പാർട്ടിസിപ്പേറ്റ് ആൻഡ് 27 ഫെയിൽഡ് ഇറ്റ്. അപ്പോൾ അത് ഇതിൽ എവിടെയും വരികയില്ലെന്ന് വരും. എടാ നമുക്കൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ തോറ്റ ആൾക്കാരുടെ പേരുണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്തായിരിക്കും ഈ 5 ബോയ്സിൻ്റെ പേരും 27 ആൾക്കാർ ഫെയിലായവരുടെ പേരും എന്തായിരിക്കും ഇതിലുണ്ടാവില്ല, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇതുവരെ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ടോട്ടൽ നമ്പർ ആൾക്കാർ എന്താണ് നമ്പറാണ് നമുക്ക് എന്താണ് 41 കിട്ടിയത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയായിരിക്കും? ഈ 41 + 5 + 27 എത്രയായിരിക്കും വരിക? 46ഉം 53ഉം 73 ആൻസർ കിട്ടിയല്ലേ? ആൻസർ 73. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബോട്ടത്തിൽ നിന്ന് 23ഉം എന്താണ് ടോപ്പിൽ നിന്ന് 19ഉം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 23 + 19 മൈനസ് ഒരു 1 കോമൺ എത്രയായി? 41 എന്ന് വരും. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ 5ഉം 27ഉം കൂടി കൂട്ടുക. അപ്പോൾ എത്രയായി? +32 73 എന്ന് നമുക്ക് ആൻസർ കിട്ടും. റെഡി? ഓർഡർ ആൻഡ് റാങ്കിങ്ങിലെ 5 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 5 ക്വസ്റ്റ്യൻ എന്താണ്? വിത്തൗട്ട് ഓവർലാപ്പിംഗ് എന്നുള്ള കൺസെപ്റ്റിലുള്ളതാണ്. ഇനിയിപ്പോൾ വിത്ത് ഓവർലാപ്പിംഗ് എന്നുള്ള കൺസെപ്റ്റ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ഈ വീഡിയോ ആദ്യം കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക.